യെസ് മക്കളെ, നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷനിൽ കിടക്കാം. നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോകളാണ്. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിലേക്ക് കിടക്കുന്നു, അതായത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തു തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് ഫ്ലോകളെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്ട്രീം ലൈനും അതേപോലെ ടർബുലന്റും കേട്ടോ. സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും. അതിലെന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളൊരു ഒരു പൈപ്പിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നു വിചാരിക്കുക, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു വിചാരിക്കുക. പൈപ്പിലൂടെ നമ്മൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പല പല ലെയറുകളായിട്ടാണ് എന്ത് ചെയ്യുക, അതിങ്ങനെ ഫ്ലോ ചെയ്യുക അല്ലെ. പല പല ലെയറുകളായിട്ടാണ് എന്ത് ചെയ്യുക, ലിക്വിഡ് ഫ്ലോ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ല. ഓക്കെ ആണോ? അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ ആ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് പല പല ലെയറുകളായിരിക്കും. അതിലിതാ ഇത് അറ്റത്തെ ലെയറും ഇത് അറ്റത്തെ ലെയറും രണ്ടറ്റത്തെ ലെയർ ഉണ്ടാവും അല്ലെ. ഈ ടച്ച് സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ലെയറുകൾ, ഇവർ രണ്ടുപേരുടെയും വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പൊ രണ്ടുപേരുടെയും വെലോസിറ്റി 0 ആണ്. മാക്സിമം വെലോസിറ്റി ഉണ്ടാവുന്ന അടിക്കുന്ന ലെയറിനാണ്. അപ്പൊ ഓരോ ലെയറും ഓരോ വെലോസിറ്റിയിലാണ് മക്കളെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ നടിക്കുന്ന ലെയറിനാണ് ഏറ്റവും മാക്സിമം വെലോസിറ്റി. ആ മുകളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ സൈഡിലേക്ക് പോകുന്നതും വെലോസിറ്റി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഈ ഒരു ലെയറില് നമ്മൾ വെലോസിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കേട്ടോ, ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു ലെയറിൽ ഇത്ര വെലോസിറ്റി ആണെങ്കിൽ പിന്നെ മക്കളെ ആ വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. സോ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല മക്കളെ, ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ഒരു ലെയറിന്റെ വെലോസിറ്റി, ഒരു പാർട്ടികളുടെ വെലോസിറ്റി എത്രയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ വെലോസിറ്റി എത്രയാണെങ്കിൽ ആ വെലോസിറ്റി എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോന്റെ പ്രത്യേകത, ഒരു ലെയറുകളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ലെയറിൽ ഒരു പോയിന്റിൽ ഇത്ര വെലോസിറ്റി ആണെങ്കിൽ പിന്നെ ആ വെലോസിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം പിന്നെ ആ വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല മക്കളെ, ചേഞ്ച് ഉണ്ടാവില്ല. ഒരു ലെയറിൽ ഒരു പോയിന്റിലെ വെലോസിറ്റിയിൽ പിന്നെ ചേഞ്ച് ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ ഈ ഒരു ലെയറിലുള്ള മോളിക്യൂള് മറ്റൊരു ലെയറുമായിട്ട് എന്ത് ചെയ്യില്ല മക്കളെ, മിക്സ് ചെയ്യില്ല. ഒരു ലെയറിലെ മോളിക്യൂൾ മറ്റു ലെയറിലായിട്ട് എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്യില്ല. ഒരു പാർട്ടിക്കിൾ ഒരു ലെയറിലാണെങ്കിൽ ആ ലെയറിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ പാർട്ടിക്കിൾ ഇൻ വൺ ലെയർ ഡസ് നോട്ട് മിക്സ് വിത്ത് എനി അതർ ലെയർ കേട്ടോ. അതൊക്കെയാണ് സ്ട്രീം ലൈനിന്റെ പ്രത്യേകത. ഞാനിവിടെ പോയിന്റുകളായിട്ട് എഴുതുന്നതായിട്ട് നിങ്ങൾ എഴുതിക്കോളും. അത് എന്ത് ചെയ്യില്ല മക്കളെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, അവര് മിക്സ് ചെയ്ത് പോയില്ല. ഇനി തൊട്ടു മുമ്പത്തെ പാർട്ടികൾ ഏത് വഴിയാണോ പോയത് അതേ വഴി തന്നെയാണ് ബാക്കിൽ വരുന്ന പാർട്ടികൾ മൂവ് ചെയ്യുക. സോ ദ പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രിസീഡിംഗ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പ് പാർട്ടികൾ ഏത് വഴിയാണോ പോയത് മക്കളെ, ആ വഴിയിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ബാക്കിലുള്ള പാർട്ടികളും ഇനി അത് കഴിഞ്ഞ് വരുന്ന പാർട്ടികൾ എന്ത് ചെയ്യുക മക്കളെ, മൂവ് ചെയ്യുക കേട്ടോ. അത് കണ്ട് യാതൊരുവിധ വേറെ ഇറഗുലാരിറ്റീസ് ഒന്നുമില്ല. അപ്പൊ വെലോസിറ്റിയിൽ എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ഒരു ലെയറിൽ നിന്ന് പാർട്ടികൾ മറ്റൊരു ലെയറിലേക്ക് മിക്സ് ചെയ്ത് പോകുന്നില്ല. ഒരു പാർട്ടിക്കളുടെ പാത്ത് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ പാർട്ടികൾ ഏത് വഴിയാണ് പോയത് ആ വഴിയിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ആ പാർട്ടികൾ മൂവ് ചെയ്യുക. ആ പാത്തിനെ വേണമെങ്കിൽ നമുക്ക് സ്ട്രീം ലൈൻ വിളിക്കാം കേട്ടോ. സ്ട്രീം ലൈൻ എന്നുള്ള വാക്ക് ഇറ്റ് ഈസ് എ പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ. മക്കളെ, ആ ഫ്ലൂയിഡ് പാർട്ടിക്കിള് മൂവ് ചെയ്യുന്ന ആ വഴിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ, സ്ട്രീം ലൈൻ വിളിക്കാം കേട്ടോ. വഴിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്ട്രീം ലൈൻ വിളിക്കാം. അപ്പൊ പാർട്ടികൾ മൂവ് ചെയ്യുന്ന വഴിയാണ് സ്ട്രീം ലൈൻ. അപ്പൊ ഇപ്പൊ ഒരു പാർട്ടികൾ മൂവ് ചെയ്തെങ്കിൽ അതിന്റെ ബാക്കിൽ വരുന്ന പാർട്ടികളും അതേ സ്ട്രീം ലൈൻ വഴിയാണ് എന്ത് ചെയ്യുക മക്കളെ, മൂവ് ചെയ്യുക. ഒരിക്കലും സ്ട്രീം ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യില്ല. ടു സ്ട്രീം ലൈൻ ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് സ്ട്രീം ലൈനുകൾ എന്ത് ചെയ്യില്ല മക്കളെ, കൂട്ടി മുട്ടില്ല കേട്ടോ. ഈ സ്ട്രീം ലൈൻ അതാണ്. ഇനി സ്ട്രീം ലൈൻ നമ്മൾ പറഞ്ഞു പാത്ത് എന്ന് പറഞ്ഞത്, ഇതാണ് ഇപ്പൊ സ്ട്രീം ലൈൻ എന്ന് വിചാരിക്കുക. എന്ന് പറയുമ്പോൾ ഈ വഴി കൂടിയാണ് എന്ത് ചെയ്യുക മക്കളെ, ആ ഫ്ലൂയിഡിന്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാം. അപ്പൊ അതിന് ടാൻജന്റ് വരച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കേട്ടോ. ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് ഓഫ് ദ സ്ട്രീം ലൈൻ വിൽ ഗിവ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അതൊക്കെയാണ് സ്ട്രീം ലൈൻ മോഷനെ കുറിച്ച് പറയാനുള്ളത്. ഒരു അടുക്കും ചിട്ടയുണ്ട് കേട്ടോ. വെലോസിറ്റി ചേഞ്ച് ഇല്ല, മിക്സിംഗ് ഇല്ല. ഒരു പാർട്ടിക്കിൾ, ഒരു ലെയറിലെ പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടികളുമായിട്ട് എന്ത് ചെയ്യില്ല മക്കളെ, മിക്സ് ചെയ്യില്ല. അതേപോലെ മുമ്പത്തെ പാർട്ടികൾ ഏത് വഴിയാണ് പോയത് അതേ വഴിയാണ് ബാക്കിലെ പാർട്ടികൾ മൂവ് ചെയ്യുക. ആ പാത്തിന് നമ്മൾ പറയുന്ന പേര് സ്ട്രീം ലൈൻ ആണ്. രണ്ട് സ്ട്രീം ലൈനുകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അതേപോലെ സ്ട്രീം ലൈനിന്റെ ടാൻജന്റ് വരച്ചാൽ നമുക്ക് ഇത് കിട്ടും മക്കളെ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടും. ഇതൊക്കെ ഒരു അടുക്കും ചിട്ടിയുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ തീരെ അടുക്കും ചിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം സാറ് പറഞ്ഞുതരാം. നമ്മൾ ഈ സാധാരണ ഒരു ടാപ്പ് നമ്മൾ തുറക്കുന്നത് വിചാരിക്കുക. നമ്മുടെ വീട്ടിലൊരു ടാപ്പ് നിങ്ങൾ പതുക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല രസത്തില് സ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരാൻ കാണാൻ പറ്റും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ പതുക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, തുറന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വെള്ളം ഒഴുകി വരാൻ കാണാൻ പറ്റും.
നമ്മൾ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല ഫോഴ്സിൽ വെള്ളം ഒഴുകി വരുമ്പോൾ അവിടെ ഒരു ഓർഡർ നഷ്ടപ്പെട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെ? തോന്നിയ പോലെ വെള്ളം ഒഴുകി വരാൻ കാണാൻ പറ്റും. നമ്മൾ പതുക്കെ തുറക്കുമ്പോൾ ഒരു നൂല് വരുന്ന പോലെ, അല്ലെ? നിങ്ങൾ കണ്ടിട്ടോ, ഒരു നൂല് വരുന്ന പോലെ, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഒഴുകി വരാൻ കാണാൻ പറ്റും. നമ്മൾ സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ ആ സാധനം ഇല്ലാണ്ടായി പോകും. അപ്പൊ ആ സ്പീഡ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ടർബുലന്റ് ഫ്ലോ, അതായത് ഒരു പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യാം, വെലോസിറ്റി സെയിം അല്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇവിടെ വെലോസിറ്റി എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, അവിടെ ആക്സലറേഷൻ ഉണ്ട്. പാർട്ടികൾ ഒരു ലെയറിൽ നിന്ന് മറ്റേ ലെയറിലേക്ക് എന്ത് ചെയ്ത് പോവാം മക്കളെ? മിക്സ് ചെയ്ത് പോവാം. റാൻഡം ഓർഡർ ആണ്. അത്തരം മോഷൻസ് ആണ് മക്കളെ എന്ത്? ടർബുലന്റ് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ട് കൈൻഡ് ഓഫ് എന്ത് മക്കളെ മോഷൻസ് പറഞ്ഞ, സ്ട്രീം ലൈനും ടർബുലന്റും കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കേട്ടിരുന്നാൽ മതി. ഇനി ഒരു ബോഡി ഒരു ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ആണ് മക്കളെ റെയ്നോൾഡ്സ് നമ്പർ. അപ്പോ റെയ്നോൾഡ്സ് നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. സോ വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ നമ്പർ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് വെദർ ദ ഫ്ലോ ഇസ് സ്ട്രീം ലൈൻ ഓർ ടർബുലന്റ് കേട്ടോ. ഒരു ഫ്ലോ സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് നമ്മുടെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. മക്കളെ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നോക്കാം. റോ വി ഡി ബൈ ഈറ്റ കേട്ടോ. റോ വി ഡി ബൈ ഈറ്റ ആണ് റെയ്നോൾഡ്സ് നമ്പർ. അതിൽ ഡി എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് ചാനൽ, പൈപ്പ് കേട്ടോ. പൈപ്പ് എന്ന് പറയാം. വി എന്ന് പറയുമ്പോൾ വെലോസിറ്റി. റോ എന്ന് പറയുമ്പോൾ എന്താ? ഡെൻസിറ്റി. ഈറ്റ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. മക്കളെ ഇതാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 2000 കുറവാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആണ്. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 2000 കുറവാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ആണ്. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 3000 കൂടുതലാണെങ്കിൽ ആ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആണ് കേട്ടോ. 3000 കൂടുതലാണെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആണ്. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 2000 or 3000 അൺപ്രഡിക്റ്റബിൾ ആണ്. അത് ഏത് ഫ്ലോ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. ഇറ്റ് മേ ബി സ്ട്രീം ലൈൻ ഓർ ഇറ്റ് മേ ബി ടർബുലന്റ് എന്ന് നമുക്ക് പറഞ്ഞു വരും. അപ്പൊ 3000 കൂടുതലാണെങ്കിൽ ടർബുലന്റ് ആണ്, 2000 കുറവാണെങ്കിൽ സ്ട്രീം ലൈൻ ആണ്. മക്കളെ റെയ്നോൾഡ്സ് നമ്പറിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട് മക്കളെ. ഇനേർഷ്യൽ ഫോഴ്സ് കേട്ടോ. ഇനേർഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. ഇനേർഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. ഇതില് എനിക്ക് വിസ്കസ് ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒരു ചോദ്യമൊക്കെ വരാം. റെയ്നോൾഡ്സ് നമ്പറും ഇനേർഷ്യൽ ഫോഴ്സ് തന്നിട്ട് വിസ്കസ് ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾ വരാം. അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു ഇനേർഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് എന്ന കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെയ്നോൾഡ്സ് നമ്പറും കാര്യങ്ങളും പറഞ്ഞു, ഫ്ലോയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മക്കളെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് അല്ലെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് അത് കൂടി ഡിസ്കസ് ചെയ്യാം മക്കളെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മളൊരു വേരിയിങ് ക്രോസ് സെക്ഷനിൽ ഒരു പൈപ്പ് എടുക്കുക. വേരിയിങ് ക്രോസ് സെക്ഷൻ ഏരിയ വരുന്ന ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിൽ നമ്മൾ രണ്ട് സെക്ഷൻസ് എന്ത് ചെയ്യാം മക്കളെ? കൺസിഡർ ചെയ്യാം. ഇത് സെക്ഷൻ 1 എന്ന് പേര് കൊടുക്കുക, ഇത് സെക്ഷൻ 2 എന്ന് പേര് കൊടുക്കുക. 1 ഏരിയ A1 ആണ്. ഇവിടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V1 ആണ്. ഇവിടുത്തെ ഡെൻസിറ്റി ρ1 ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഏരിയ A2 ആണ്, വെലോസിറ്റി V2 ആണ്. ഇവിടുത്തെ ഡെൻസിറ്റി കറസ്പോണ്ടിങ് ഡെൻസിറ്റി ρ2 ആണ് സെക്ഷൻ 2 ഏടാ. ഇതാണ് വിചാരിക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഇതാണ് മക്കളെ. ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2. ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2. സപ്പോസ് ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണെങ്കിൽ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ മക്കളെ ρ1 ഈക്വൽ ρ2 തന്നെയാണ്. ഡെൻസിറ്റിയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ഫസ്റ്റ് സെക്ഷനിലെയും സെക്കൻഡ് സെക്ഷനിലെയും ഡെൻസിറ്റിയിൽ എന്തുണ്ടാവില്ല മക്കളെ? മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ρ1 ρ2 ഈക്വൽ ആയ സ്ഥിതിക്ക് അവർ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. A1 V1 ഈക്വൽ ടു A2 V2. ഇതാണ് നിങ്ങൾ കണ്ടുപരിച്ചുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 ഈക്വൽ ടു A2 V2. ശരിക്കും അത് ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2 എന്നാണ്. അതിൽ ρ1 ρ2 ഈക്വൽ ആയി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ? A1 V1 ഈക്വൽ ടു A2 V2. ക്ലിയർ ആയില്ലേ? ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ്. കണ്ട ശ്രദ്ധിച്ചോളൂട്ടോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസിനെയാണ് എന്ത് ചെയ്തിരിക്കണം മക്കളെ? ബേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ശരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏരിയ ആൻഡ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ശരിക്കും അതന്നെയാണ്. A1 V1 ഈക്വൽ ടു A2 V2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഏരിയ ആൻഡ് വെലോസിറ്റി ഈസ് എ
കോൺസ്റ്റന്റ്. ഇനി എല്ലാ കുട്ടികളും ഇവിടെ ശ്രദ്ധിച്ചേ, ശരിക്കും ഏരിയ ആൻഡ് വെലോസിറ്റിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? നമുക്ക് പറഞ്ഞുതരാം മക്കളെ. ഏരിയ ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി കൂടെ, ഏരിയ ഇൻറ്റു മക്കളെ വെലോസിറ്റിക്ക് പകരം ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ ആണല്ലോ? ഏരിയ ആൻഡ് വെലോസിറ്റിക്ക് പകരം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. അതിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്സിൽ നമ്മൾ പഠിച്ച ചെറിയ ക്ലാസ്സിലോട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മക്കളെ വോള്യമാണ്. സോ ഇറ്റ് ഈസ് വോള്യം ബൈ ടൈം കേട്ടോ. സോ എ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് മക്കളെ, എ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വോള്യം ബൈ ടൈം ആണ്. അതായത് ഒരു സെക്കൻഡിലെ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ വോള്യം, അതാണ് വോള്യം ബൈ ടൈം. ബൈ ടൈം എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ടൈം എന്നർത്ഥം. അപ്പൊ എ ടു വി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ വോള്യം ബൈ ടൈം ആണ്. ആ വോള്യം ബൈ ടൈം നമ്മൾ പറഞ്ഞ പേരാണ് റേറ്റ് ഓഫ് ഫ്ലോ കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. പരീക്ഷയ്ക്ക് റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റേറ്റ് ഓഫ് ഫ്ലോ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്, ഈ എ ഇൻറ്റു വി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് കിട്ടുന്ന എ ഇൻറ്റു വിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ശരിക്കും അതിന്റെ അർത്ഥം വോള്യം ബൈ ടൈം എന്നാണ്. ഈ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അർത്ഥം അറിയോ? ഇറ്റ് ഇസ് എ വോള്യം ഇൻ യൂണിറ്റ് ടൈം കേട്ടോ. വോള്യം ഇൻ യൂണിറ്റ് ടൈം, അതായത് ഒരു സെക്കൻഡില് ഒഴുകി പോകുന്ന വോള്യത്തിനെ നമ്മൾ എന്ത് വിളിക്കുക മക്കളെ, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വിളിക്കുക. അത് തന്നെയാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി കേട്ടോ. ശ്രദ്ധിക്കണം. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോള്യം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ സെക്ഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകി പോകുന്ന വോള്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ, റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലേ? അത് കോൺസ്റ്റന്റ് ആണെന്നാണ് ആര് പറഞ്ഞത്? എ ഇൻറ്റു വി കോൺസ്റ്റന്റ് ആണെന്നാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ്. ശരിക്കും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ മക്കളെ? ρ1 a1 v1 ഈക്വൽ ടു ρ2 a2 v2 എന്നാണ്. യെസ്. ഇനി സാധാരണ നമുക്ക് ഇത് വെച്ചിട്ട് കുറെ ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇത് തന്നെ a1 v1 ഈക്വൽ a2 v2. അപ്പൊ ഇങ്ങനെ വെച്ച് ചോദ്യം ഉണ്ടാവാറുണ്ട് മക്കളെ. a1 v1 ഈക്വൽ ടു a2 v2. അതിൽ a1 ഉം v1 ഉം v2 തരും, a2 കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും 3 തരും, എന്നിട്ട് 4 കണ്ടുപിടിക്കാൻ പറയും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനെ ഒരു പൈപ്പ് വരുന്നു, എന്നിട്ട് ആ പൈപ്പ് ഇതാ ഇങ്ങനെ ഒഴുകി പോകുന്നു കണ്ടോ. സോ ഇവിടുത്തെ ഏരിയ a1 ആണ്, വെലോസിറ്റി v1 ആണ്. ഇവിടുത്തെ ഏരിയ a2 ആണ്, വെലോസിറ്റി v2 ആണ്. ഇവിടുത്തെ ഏരിയ a3 ആണ്, വെലോസിറ്റി v3 ആണ്. നമുക്കൊന്നും പറയല്ലേ മക്കളെ, ഇത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏത് കൊച്ചുകുട്ടിക്ക് എഴുതാം, a1 v1 ഈക്വൽ ടു a2 v2 a3 v3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണം. സോ a1 v1 ഈക്വൽ ടു a2 v2 പ്ലസ് a3 v3 കേട്ടോ. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. a1 v1 ഈക്വൽ ടു a2 v2 പ്ലസ് a3 v3 എഴുതാം. ഇതിന് ഏതെങ്കിലും ഒന്നും തരില്ല, എന്നിട്ട് മറ്റൊരു കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ പറ്റും, ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇതാണ് വെച്ചാൽ ചെയ്യണ്ടേ. അപ്പൊ 6 സാധനങ്ങളുണ്ട്, a1 a2 a3, 3 ഏരിയ ഉണ്ട്, 3 വെലോസിറ്റി ഉണ്ട്. അതില് ഏതെങ്കിലും ഒന്നും അതുണ്ടാവില്ല. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്, ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നോട്ട് ചെയ്തോളൂ മക്കളെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ. യെസ് മക്കളെ, ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം. അത് എനർജി ഓഫ് ഫ്ലൂയിഡ് ആണ്. വളരെ പെട്ടെന്ന് പറയാം കേട്ടോ. എനർജി ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡിന് സാധാരണ നമ്മൾ അക്കൗണ്ടിൽ ചേർക്കുന്ന എനർജികൾ ഏതെല്ലാം, ഫ്ലൂയിഡിന് നമ്മൾ സാധാരണ പറയുന്ന എനർജികൾ ഏതെല്ലാം എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണേ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് കൈനറ്റിക് എനർജിയാണ് മക്കളെ. ഏറ്റവും ആദ്യം പറയുന്നത് കൈനറ്റിക് എനർജി തന്നെയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജി ആണ് ഫസ്റ്റ് എനർജി. അതിന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഫ് mv² എന്നാണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ മക്കളെ. അപ്പൊ കൈനറ്റിക് എനർജി കൊണ്ട് ഹാഫ് mv². അപ്പൊ ഫ്ലൂയിഡിനുള്ള ഒരു എനർജി കൈനറ്റിക് എനർജിയാണ്. കാരണം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിന് എന്ത് എനർജി ഉണ്ടാവും മക്കളെ? കൈനറ്റിക് എനർജി ഉണ്ടാവും. ഹാഫ് mv² ആണ്. What is kinetic energy by weight? What is kinetic energy by weight? മക്കളെ kinetic energy by weight ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ kinetic energy ഇക്വേഷൻ എന്താ? ഹാഫ് mv². ബൈ വെയിറ്റ് എന്ന് പറയുമ്പോൾ mg. മക്കളെ mm വെട്ടി കളഞ്ഞാൽ ബാക്കി എന്ത് വരും? v² ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. മക്കളെ എനർജി ബൈ വെയിറ്റിനെ നമ്മൾ ഹെഡ് എന്ന് വിളിക്കാം. എനർജി ബൈ വെയിറ്റിനെയാണ്, ശ്രദ്ധിച്ചോളൂ. എനർജി ബൈ വെയിറ്റിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കാം. അപ്പോ കൈനറ്റിക് എനർജി ബൈ വെയിറ്റിനെ നമ്മൾ വെലോസിറ്റി ഹെഡ് എന്ന് വിളിക്കും. കാരണം വെലോസിറ്റി, കൈനറ്റിക് എനർജിയും വെലോസിറ്റി തമ്മിൽ ബന്ധമുള്ള കാരണം കൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും മക്കളെ? വെലോസിറ്റി ഹെഡ് എന്ന് വിളിക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൻട്രൻസ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് വെലോസിറ്റി ഹെഡ്? v² ഡിവൈഡഡ് ബൈ 2g. അതാണ് വെലോസിറ്റി ഹെഡ് കേട്ടോ. അപ്പൊ ബൈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മക്കളെ? വെലോസിറ്റി ഹെഡ് ആണ്. ഓക്കെ,
യെസ്. ഇനി വേണമെങ്കിൽ ബൈ വോള്യം ഒന്ന് ചെയ്ത് നോക്കാം. കൈനറ്റിക് എനർജി ബൈ വോള്യം വെറുതെ ഒന്ന് ചെയ്യാം കേട്ടോ. കൈനറ്റിക് എനർജി ബൈ വോള്യം അപ്പൊ എന്താ വരിക, ഹാഫ് ഇൻറ്റു m ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോള്യം. ഓക്കെ മക്കളെ, ബൈ വോള്യം മാസ് ബൈ വോള്യം എന്താ വരിക, മാസ് ബൈ വോള്യം ഡെൻസിറ്റി ആണ് വരിക. സോ ഇറ്റ് ഈസ് ഹാഫ് റോ വി സ്ക്വയർ. അങ്ങനെ എഴുതാം. അപ്പൊ കൈനറ്റിക് എനർജി ബൈ വോള്യം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം ഹാഫ് റോ വി സ്ക്വയർ. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് അതാണ് വി സ്ക്വയർ ബൈ 2g. അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്, വെലോസിറ്റി ഹെഡ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എനർജി നിങ്ങൾ കേട്ടിട്ടുള്ള എനർജിയാണ്, അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എല്ലാവർക്കും അറിയാവുന്ന അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മക്കളെ പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് എന്താ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്, mgh ആണ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, അതായത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബൈ വെയിറ്റ്, അതായത് mgh ബൈ mg. മക്കളെ mg വെട്ടി പോയി h വരും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഹെഡ് കേട്ടോ. പൊട്ടൻഷ്യൽ ഹെഡ് എന്നാണ് പറയാ. സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഹെഡ്. ഇനി വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി ബൈ വോള്യം, that is potential energy per unit volume. മക്കൾ ഒന്നുമില്ലല്ലോ, mgh ബൈ വോള്യം, മാസ് ബൈ വോള്യം എന്താ റോ. സോ ഇറ്റ് ഈസ് റോ ജി എച്ച് കേട്ടോ. അപ്പൊ റോ ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി പെർ വോള്യം എടുക്കുമ്പോഴും. പൊട്ടൻഷ്യൽ എനർജി പെർ വെയിറ്റ് എന്ന് ശ്രദ്ധിക്കണം, അത് എച്ച് ആണ്, അത് പൊട്ടൻഷ്യൽ ഹെഡ് ആണ്. ഇനി അടുത്തത് എന്താ, ഇനി അടുത്തൊരു ടൈപ്പ് എനർജി നോട്ട് ചെയ്തില്ലേ, യെസ് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടൈപ്പ് എനർജി എന്ന് പറയുന്നത് പ്രഷർ എനർജിയാണ് മക്കളെ. മൂന്നാമത്തെ ഒരു ടൈപ്പ് എനർജി പ്രഷർ എനർജി. സോ ഒരു ഫ്ലൂയിഡിന് ഉണ്ടാവുന്ന മൂന്നാമത്തെ ടൈപ്പ് എനർജിയാണ് പ്രഷർ എനർജി എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് പ്രഷർ എനർജി. ഓക്കെ, എന്താണ് പ്രഷർ എനർജിയുടെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ പ്രഷർ എനർജി ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി. പി വി അതാണ് നമ്മൾ ഈ തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയുന്ന വർക്ക് ഉണ്ടല്ലോ, പി ഡെൽറ്റ വി, അത് തന്നെയാണ് ഇവിടുത്തെ പ്രഷർ എനർജി. സോ പി ഇൻറ്റു ഡെൽറ്റ വി ആണ് നമ്മുടെ പ്രഷർ എനർജി ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് പ്രഷർ എനർജി പെർ ബൈ വെയിറ്റ്, അതായത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊരു മക്കളെ, പി ഇൻറ്റു ഡെൽറ്റ വി, പി ഇൻറ്റു വോള്യം ബൈ വെയിറ്റ് എന്ന് പറയുമ്പോൾ എം ജി. അവിടെ ഒരു ചെറിയ കാര്യമുണ്ട് മക്കളെ, മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്ന് കൊടുക്കാം. മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോള്യം. സോ നമുക്ക് എന്ത് എഴുതാം, പി ഇൻറ്റു വോള്യം, ഞാൻ വോള്യം എഴുതുന്നുണ്ടോ ഡെൽറ്റ വിക്ക് പകരം, മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോള്യം ഇൻറ്റു ജി. മക്കളെ വോള്യം വെട്ടി പറഞ്ഞാൽ പി ബൈ റോ ജി, പി ബൈ റോ ജി. ഇതാണ് പ്രഷർ ഹെഡ് മക്കളെ. ബൈ വെയിറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ, അപ്പൊ അത് ഹെഡ് ആണ്. അത് പ്രഷർ എനർജി ബൈ വെയിറ്റ് ആയതുകൊണ്ട് അത് പ്രഷർ ഹെഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, അത് പ്രഷർ ഹെഡ് ആണ്, പി ബൈ റോ ജി എന്ന് പറയുന്നത്. ഇനി പ്രഷർ എനർജി ബൈ വോള്യം, പ്രഷർ എനർജി ബൈ വോള്യം എന്ന് പറയുന്നത് മക്കളെ പി ഇൻറ്റു വി ബൈ വി. വി വെട്ടി കളഞ്ഞാൽ പ്രഷർ തന്നെയാണ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോള്യം. സോ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോള്യം പി ആണ്. പ്രഷർ ഹെഡ് എന്താണ് മക്കളെ, പി ബൈ റോ ജി ആണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ടൈപ്പ് എനർജികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞു, നമ്മൾ കൈനറ്റിക് എനർജി പറഞ്ഞു, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞ മക്കളെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു മക്കളെ, പ്രഷർ എനർജി പറഞ്ഞു. ഇതാണ് സാധാരണ ഒരു ലിക്വിഡിന് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്, ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിന് ഉണ്ടാവുന്ന മൂന്ന് ടൈപ്പ് മക്കളെ എനർജികൾ. ക്ലിയർ ആയല്ലോ, യെസ്. ഇനി നമുക്ക് പറയാൻ പോകുന്നതാണ് ബെർണോളിസ് തിയറം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം. നമുക്കറിയാം +1 തിയറി എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി, ബെർണോളിസ് തിയറം. അപ്പൊ എങ്ങനെയാ ബെർണോളിസ് തിയറം പറഞ്ഞേ, ബെർണോളിസ് തിയറം പറയാൻ കുറച്ച് അസംഷൻസ് ഉണ്ട് മക്കളെ. അസംഷൻസിൽ ഒന്ന്, ഫ്ലൂയിഡ് മസ്റ്റ് ബി ഇൻകംപ്രസിബിൾ, അതായത് ഫ്ലൂയിഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, കംപ്രസ് ചെയ്യാൻ പാടില്ല, അതായത് ഡെൻസിറ്റിയിൽ എന്ത് വരാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഇറൊട്ടേഷണൽ, അവിടെ റൊട്ടേഷണൽ ഇഫക്റ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഈസ് നോൺ വിസ്കസ്, വിസ്കസ് ഇഫക്റ്റുകളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇൻകംപ്രസിബിൾ ആയിരിക്കണം, ഇറൊട്ടേഷണൽ ആയിരിക്കണം, റൊട്ടേഷണൽ ഇഫക്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വേണം ബെർണോളിസ് തിയറത്തിന് നമ്മൾ എടുക്കാൻ. അപ്പൊ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, കണ്ടോ, ഒരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഡാറ്റ ലെവൽ, അതായത് തറനിരപ്പ്, ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാലും മതി, ഗ്രൗണ്ട് ലെവൽ. ഇപ്പൊ വേരിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, 1 സെക്ഷൻ. ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു മക്കളെ, സെക്കൻഡ് സെക്ഷൻ 2 സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ പ്രഷർ P1, വോള്യം V1, ഏരിയ A1, അതേപോലെ ഇവിടേക്കുള്ള ഹൈറ്റ് H1. ഓക്കെ, അതേപോലെ ഇവിടേക്കുള്ള ഹൈറ്റ് സെക്കൻഡ് ഇതിലേക്കുള്ള ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ H2,
ഇവിടുത്തെ പ്രഷർ P2, ഏരിയ A2, വെലോസിറ്റി V2. യെസ്, ഇനി ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം മക്കളെ. അപ്പൊ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് എന്താകണം? ഇൻകംപ്രസിബിൾ ആണ് കേട്ടോ. ഇൻകംപ്രസിബിൾ ആണ്, നോൺ വിസ്കസ് ആണ്, ഇറൊട്ടേഷണൽ ആണ്. അപ്പോ വിസ്കോസിറ്റിയുടെ എഫക്ട് എടുക്കണ്ട, റൊട്ടേഷണൽ മോഷൻ എടുക്കണ്ട, അതേപോലെ ഇലാസ്റ്റിക് എനർജി ഇൻകംപ്രസിബിൾ ആണ്, ഇലാസ്റ്റിക് എനർജി ഒന്നും എടുക്കണ്ട. അപ്പോ ഇവിടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ് മക്കളെ. എന്താണ് ബെർണോളിസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എനർജി കൺസർവേഷൻ ആണ് ബെർണോളിസ് തിയറം. എനർജി കൺസർവേഷൻ ആണ് ബെർണോളിസ് തിയറം. വളരെ സിമ്പിൾ ആണ്. അതായത് എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് സെക്ഷൻ 1-ലുള്ള എനർജിയും സെക്ഷൻ 1-1 എനർജിയും കണ്ട അത്രേ ഉള്ളോ? നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. സെക്ഷൻ 1-1 എനർജിയും സെക്ഷൻ 2-2 എനർജി എന്താണ് മക്കളെ? ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ സെക്ഷൻ 1-1-ലുള്ള എനർജിയും സെക്ഷൻ 2-2-ലുള്ള എനർജി ഈക്വൽ ആണ്. എത്ര ടൈപ്പ് എനർജി ഉണ്ട്? 3 ടൈപ്പ്. പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. 3 ടൈപ്പ്, 3 സെക്ഷനിലും. ആ സെക്ഷൻ 1-1-ലെ എനർജിയും സെക്ഷൻ 2-2-ലെ എനർജി എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അത്രേ ഉള്ളത്. യെസ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക മക്കളെ. അതായത് നമ്മുടെ ഹെഡ് വെച്ചിട്ട് എഴുതാം. ഹെഡിന്റെ ഫോർമാറ്റിൽ എഴുതുന്നതാണ് സാധാരണ നമ്മൾ അങ്ങനെയാ ചെയ്യാറ്. സോ ഇറ്റ് ഈസ് V1² / 2g വെലോസിറ്റി ഹെഡ് ഫസ്റ്റ് സെക്ഷനിലെ, പ്ലസ് P1/ρg പ്രഷർ ഹെഡ് ഫസ്റ്റ് സെക്ഷനിലെ അല്ലെ, പ്രഷർ ഹെഡ്, പ്ലസ് H1 പൊട്ടൻഷ്യൽ ഹെഡ്. അപ്പൊ 3 ഹെഡുകൾ കണ്ട. എനർജിക്ക് വരെ ഹെഡിന്റെ ഫോർമാറ്റിൽ എഴുതുന്നു. അപ്പൊ ഫസ്റ്റ് സെക്ഷനിലെ 3 എനർജി ഹെഡുകൾ ഈക്വൽ ടു V2² / 2g പ്ലസ് P2/ρg പ്ലസ് H2. കണ്ട, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെക്ഷനിലെ ഹെഡും സെക്കൻഡ് സെക്ഷനിലെ ഹെഡും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം V² / 2g പ്ലസ് P/ρg പ്ലസ് H ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയും നമുക്ക് പറയാം. സോ 2 സ്ഥലത്തെ 2 റീജിയനിലെ ഹെഡുകൾ മക്കളെ എന്താണ്? ഈക്വൽ ആണ്, പ്രഷർ ഹെഡ്. ഇനി നമ്മൾ നേരത്തെ പെർ യൂണിറ്റ് വോള്യം ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ മക്കളെ? പെർ യൂണിറ്റ് വോള്യം നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ സാധനം ചെയ്യാം. പെർ യൂണിറ്റ് വോള്യം ഇതിപ്പോ നമ്മൾ ഹെഡ് വെച്ച് ചെയ്തു. ഇനി പെർ യൂണിറ്റ് വോള്യം വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താ പെർ യൂണിറ്റ് വോള്യം വെച്ച് നമ്മൾ ഇക്വേഷൻ ചെയ്തത്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോള്യം P1 ആയിരുന്നു, P ആയിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള രീതിയിൽ വേണ്ട. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോള്യം P ആണ്, അത് P എഴുതി. പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം മക്കളെ. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം, അതായത് പെർ യൂണിറ്റ് വോള്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോള്യം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ½ ρv². പ്ലസ് ഇനി ഏതാ? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോള്യം മക്കളെ. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോള്യം ρgh ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനർജി നേരിട്ട് എഴുതുന്നതിന് പകരം എനർജി ഹെഡ് വെച്ച് എഴുതി. അതായത് എനർജി ബൈ വോള്യം വെച്ച്, ഐ മീൻ വെയിറ്റ് വെച്ച് എഴുതി, എനർജി ബൈ വോള്യം വെച്ച് എഴുതി. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. P1 പ്ലസ് half rho V1² പ്ലസ് ρg H1 is equal to P2 പ്ലസ് half rho V2² പ്ലസ് ρg H2. മക്കളെ ഇതാണ് ബെർണോളിസ് തിയറം. ഇങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. സോ എനർജി കൺസർവേഷൻ ആണ് മെയിൻ സാധനം. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനർജി കൺസർവേഷൻ ആണ് മെയിൻ സാധനം എന്ന് മനസ്സിലാക്കുക. എനർജി, ഒരു സെക്ഷൽ എനർജി മറ്റേ സെക്ഷൽ എനർജിയും ഈക്വൽ ആണ്. റൈറ്റ്, ഇതാണ് ബെർണോളിസ് തിയറം. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് അത് നമുക്ക് അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം കേട്ടോ. അതിന്റെ അപ്ലിക്കേഷൻസ് 2-3 വെഞ്ചുറിമീറ്റർ ഉണ്ട്, അതേപോലെ വെലോസിറ്റി ഓഫ് റിഫ്ലക്സ് ഉണ്ട്. യെസ്, അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പോ ബെർണോളിസ് തിയറം നിങ്ങൾ കേട്ട് എന്ത് ചെയ്യണം മക്കളെ? പേടിക്കേണ്ട, എനർജി കൺസർവേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് സെക്ഷനിലെ എനർജി ഹെഡും സെക്കൻഡ് സെക്ഷനിലെ എനർജി ഹെഡും ഈക്വൽ ആണ്. അതായത് ഫസ്റ്റ് സെക്ഷനിലെ എനർജി ഹെഡും സെക്കൻഡ് സെക്ഷനിലെ എനർജി ഹെഡും V1² / 2g പ്ലസ് P1/ρg പ്ലസ് H1 ഈക്വൽ ടു V2² / 2g പ്ലസ് P2/ρg പ്ലസ് H2 കേട്ടോ. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയുമ്പോഴേ എനർജിയിൽ മാറ്റമില്ല എന്നർത്ഥം. അപ്പൊ ഒരു എനർജി, ഇപ്പൊ കൈനറ്റിക് എനർജി ഒരു സ്ഥലത്ത് കൂടുക എന്ന് പറയുമ്പോൾ എന്താർത്ഥം മക്കളെ? ബാക്കിയുള്ള എനർജി കുറഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ ഒരു സ്ഥലത്തെ ഒരു സെക്ഷനിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി കൂടാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം എന്താ? ഒരു എനർജി കൂടുമ്പോൾ മറ്റേ എനർജി എന്ത് ചെയ്യണം മക്കളെ? കുറവ് സംഭവിക്കണം. എന്നാലേ അത് കൺസേർവ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയുമ്പോൾ എനർജിയിൽ മാറ്റമില്ല എന്നർത്ഥം. അപ്പൊ ഒരു സ്ഥലത്തെ ഇപ്പൊ പ്രഷർ എനർജി കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ മക്കളെ? അവിടുത്തെ കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയോ കുറഞ്ഞിരിക്കണം. സോ 3 എനർജികളുടെ സമ്മ് കൺസേർവ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയുടെ കുറവ് മറ്റേ എനർജിയിൽ കൂടുതലായിട്ട് മാറും, അല്ലെങ്കിൽ മറ്റേ എനർജിയിലെ കുറവ് ഈ എനർജിയിൽ കൂടുതലായിട്ട് മാറും. അങ്ങനെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് വെക്കാനുള്ള ഒരു കഴിവുണ്ടാവും കേട്ടോ. അതാണ് ബെർണോളിസ് തിയറം. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി കേട്ടോ. അപ്പൊ മക്കൾ ഇത് നോട്ട് ചെയ്യുക. ഇതിന്റെ അപ്ലിക്കേഷൻസ് നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്.